നെതന്യാഹു ഇന്ന് പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആശങ്കകളൊക്കെ ജനങ്ങൾക്ക് അത് സ്ഥിരീകരിക്കത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഡീഗോ ഗാർഷിയിലേക്ക് ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിൽ കൂടുതൽ ദൂരപരിധിയിൽ പ്രഹരമേൽപ്പിക്കാൻ ഇറാൻ സജ്ജമായിട്ടുണ്ട്. സംശയമില്ല, അത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും യുദ്ധം വ്യാപിക്കുന്നുവെന്ന വിവരം ചെറിയ പ്രശ്നമല്ല. കാരണം നമുക്കറിയാം അതൊക്കെ വളരെ തന്ത്രപ്രധാനമായ മേഖലകളാണ്. മനു, ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളെ വരെ ഇറാൻ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള നെതന്യാഹുവിൻ്റെ പരാമർശവും ഗൗരവതരമാണ്. അതായത് അന്തം വിട്ട ഒരു രാജ്യം എന്തും ചെയ്യുമെന്ന് പറയുന്നത് പോലെ ഇത്തരത്തിൽ അമേരിക്കയോ ഇസ്രായേലോ വീണ്ടും ആക്രമണം തുടർന്നാൽ ഗൾഫ് കൺട്രീസിനെ മാത്രമല്ല മറ്റു മേഖലകളിലേക്കും വ്യാപിപ്പിച്ചേക്കാമെന്നുള്ള സൂചനകൾ തരികയാണ് ഇറാൻ. ഇറാൻ രണ്ട് തരത്തിലാണ് ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നത്. ഒന്ന്, ഇറാൻ പ്രസിഡന്റ് അവരുടെ സഹോദര രാജ്യങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ക്ഷമാപണം നടത്തുന്നു. അമേരിക്കൻ കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചാണ് തങ്ങളുടെ ആക്രമണമെന്ന് തുടരെ പറയുന്നു, ക്ഷമാപണം നടത്തുന്നു. അതൊക്കെ ശരി തന്നെ. പക്ഷേ മറുവശത്ത് ഈ ടിറ്റ് ഫോർ ടാറ്റ് എന്ന തരത്തിൽ അത് ഒരു കൃത്യമായ ഒരു ആക്രമണം മറുപടി എല്ലാ ഘട്ടങ്ങളിലും കൊടുക്കുന്നു. മറ്റൊന്ന് രഞ്ജിത്ത്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹെസ്ബുള്ള ഇറാനെ പിന്തുണച്ചുകൊണ്ട് നിരന്തരമായി ഈ യുദ്ധമുഖത്തുണ്ട്. ഹെസ്ബുള്ള ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് അവരുടെ സദേൺ ലെബനനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തി. അതിന് തുടർച്ചയായി മോട്ടോർ അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് തിരിച്ചടി നൽകി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇറാഖിലെ പറയുന്നത് 21 ആക്രമണങ്ങൾ US ബേസുകൾക്ക് നേരെ നടത്തി എന്ന് പറയുന്നു. അതോടൊപ്പം എർബിൽ എയർപോർട്ടിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തി. അൽ സൈദ ഏരിയയിൽ ബാഗ്ദാദിന് സമീപത്ത് നിന്ന് അവിടേക്ക് വന്ന ആക്രമണങ്ങൾ തടയാൻ കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള പ്രതികരണങ്ങൾ. അപ്പോൾ ഹെസ്ബുള്ള സഹായത്തിന് വരുന്നു, മറ്റ് ചില ശക്തികളുമൊക്കെ ഇറാൻ്റെ സഹായത്തിന് വരുന്നു. ഇവരെല്ലാം സുശക്തരായി തന്നെ തിരിച്ചടിക്കുന്നു എന്നതാണ് ഇതിലെ ഒരു സുപ്രധാനമായ കാര്യം. പക്ഷേ ട്രംപ് തികഞ്ഞ ആത്മവിശ്വാസം നടിക്കുമ്പോൾ തന്നെ ട്രംപ് ആശങ്കഭരിതനാണ് എന്ന ഒരു സൂചനയാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. കാരണം ട്രംപ് ഇങ്ങനെ തുടരെ താൻ ജയിച്ചു കഴിഞ്ഞു എന്നിങ്ങനെ പറയുമ്പോഴും അത് അവസാനിക്കുന്നില്ല. ഇറാൻ ഏതെങ്കിലും തരത്തിൽ വഴങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് വലിയ തോതിൽ ഒരു നയതന്ത്ര വിജയം നേടാൻ കഴിയുന്നു. ഹോർമുസ് കടലിടുക്ക് പിന്നിട്ടുകൊണ്ട് നമ്മുടെ LPG ടാങ്കറുകൾ വരുന്നു, മുന്ദ്ര പോർട്ടിലേക്ക് വരുന്നു, അതുപോലെ ഗുജറാത്തിലേക്ക് വരുന്നു. ഇതൊക്കെ ചെയ്യാൻ രാജ്യത്തിന് കഴിയുന്നു. പക്ഷേ അതേസമയം അമേരിക്കയോടുള്ള കടുത്ത നിലപാട് തന്നെ ഇറാൻ എടുക്കുന്നു. ഹോർമുസ് കടലിടുക്ക് പെട്ടെന്ന് മാറുമെന്ന് തോന്നുന്നില്ല. 170 ദശലക്ഷം ബാരലുകളാണ് ഇത്തരത്തിൽ കപ്പലിൽ പലയിടങ്ങളിലായി കുരുങ്ങിക്കിടക്കുന്നത്. ഇതെല്ലാം മനു 50% ഈ യുദ്ധം ആരംഭിച്ച ശേഷം എണ്ണവിലയിൽ വർധനമുണ്ടായത്. നിരവധി എണ്ണപ്പാടങ്ങളും ഈ വാതക മേഖലകളും ഒക്കെ തകർത്ത പശ്ചാത്തലമുണ്ട്. അത് ഇരുവശത്തും, അതായത് ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ തകർക്കുന്നു, മറുവശത്ത് ഇറാൻ ഖത്തർ പോലെയുള്ള സ്ഥലങ്ങളിൽ കയറി അടിക്കുന്നു. ഈ ആഗോള തലത്തിൽ ഇനിയും അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രധാന പ്രശ്നം ദീർഘകാലത്തേക്ക് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രധാന പ്രശ്നം എണ്ണയുടെ ലഭ്യത കുറവാണ്. ഖത്തർ തന്നെ പറയുന്നത് 18% തങ്ങളുടെ കയറ്റുമതിക്കുള്ള എണ്ണ നശിച്ചു കഴിഞ്ഞു ഇതിനകം തന്നെ. അത് സംഭവിപ്പിക്കാൻ പോകുന്നത് ലോകരാജ്യങ്ങളെ ആഗോളതലത്തിൽ വ്യാപിക്കുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങളിലേക്കാണ്. എണ്ണവില ഉടനെയൊന്നും കുറയാനുള്ള സാധ്യതകളും നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കില്ല. രഞ്ജിത്ത് സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. നമുക്കറിയാം ഏതാണ്ട് ഒരു 20% ഈ LPGയും ഒക്കെ ഈ വഴി തന്നെയാണ്, ഹോർമുസ് കടലിടുക്ക് വഴി തന്നെയാണ് വരുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില $70 പെർ ബാരലിൽ നിന്ന് ഇപ്പോൾ ഏതാണ്ട് ബ്രെൻറ്റിന് തന്നെ 112.19 ഒരു ബാരലിന് ഉയരുകയാണ്. അപ്പോൾ ഇത് വളരെ ശക്തമായ ഒരു വിലക്കയറ്റം എന്ന് തന്നെ പറയാം. ഇന്ത്യയൊക്കെ ഇത് വലിയ ഗൗരവത്തിലെടുക്കുന്നു. രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ന് മുതിർന്ന മന്ത്രിമാർ, പ്രത്യേകിച്ച് രാജ്നാഥ് സിംഗ്, അതുപോലെ ശിവരാജ് സിംഗ് ചൗഹാൻ, ജയശങ്കർ, നിർമ്മല സീതാരാമൻ, JP നദ്ദ, പീയൂഷ് ഗോയൽ തുടങ്ങിയുള്ള മന്ത്രിമാർ, അശ്വിനി വൈഷ്ണവ് എല്ലാം തന്നെ ഈ ഒരു ഉന്നതതല യോഗം ഇന്ന് ചേർന്ന് ഇന്ത്യയിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ്. ഈ യോഗത്തിൽ സർബാനന്ദ സോനോവാൾ ഈ തുറമുഖ മന്ത്രി എന്ന നിലയിൽ പങ്കെടുക്കുന്നു. അതുപോലെ ഊർജ്ജമന്ത്രി എന്ന നിലയിൽ മനോഹർലാൽ ഖട്ടാറും, അതുപോലെ ഭക്ഷ്യസുരക്ഷാ മന്ത്രി എന്ന നിലയിൽ പ്രഹ്ലാദ് ജോഷിയും ഒക്കെ അവിടെ ഉണ്ട്. ഒപ്പം തന്നെ ഈ രാംമോഹൻ നായിഡു സിവിൽ ഏവിയേഷൻ മന്ത്രിയുണ്ട്, അജിത് ദോവൽ പങ്കെടുക്കുന്നുണ്ട്, ഹർദീപ് സിംഗ് പൂരി പെട്രോളിയം മന്ത്രി സ്വാഭാവിക യോഗത്തിൻ്റെ ഭാഗമാണ്, PK മിശ്ര, ശക്തിദാസ്
ശക്തികാന്ത് ദാസ് തുടങ്ങിയ പ്രധാനമന്ത്രിയുടെ 2 പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുത്ത് വളരെ കൂലങ്കഷമായി നമ്മുടെ സാഹചര്യം പരിശോധിക്കുകയാണ്. രാജ്യം ഏത് തരത്തിൽ ഈ പ്രതിസന്ധി അതിജീവിക്കുന്നു. ഇത് ഇന്ത്യയുടെ മാത്രം കാര്യമല്ല, ഇത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ സമാനമായ രീതിയിൽ ഈ വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസിനെ ഉറ്റുനോക്കുന്നു. ഇത് ഏത് തരത്തിലുള്ള ഒരു ഊർജ്ജ പ്രതിസന്ധി ലോകത്തിന് വരുത്തുമെന്നത് സംബന്ധിച്ച് ആശങ്ക നിലനിൽക്കുന്നു. ഇത് ഇറാനെ പെട്ടെന്ന് അങ്ങനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനാകും എന്ന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് കരുതാനാവില്ല. F-15 വിമാനം ഒന്ന് അടിച്ച് താഴെയിട്ടു എന്നാണ് ഇറാൻ്റെ ഇന്ന് പ്രഖ്യാപനം. അമേരിക്കയുടെ F-15 വിമാനം ആക്രമിച്ച് താഴെയിടുക എന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അത് തങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് ഈ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ IRGC നേതൃത്വം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇറാനിൽ അങ്ങനെ ഒരു ഭയം കാണുന്നില്ല, ഇറാന് അങ്ങനെ പതർച്ച കാണുന്നില്ല. നേരത്തെ ട്രംപ് തുടരെ ഇടവിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം, ഇറാനിലെ ജനാധിപത്യവാദികളായ ജനങ്ങളെല്ലാം തെരുവിലിറങ്ങണം, അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഒക്കെ മുൻകൈ എടുക്കണം എന്നൊക്കെ ട്രംപിൻ്റെ ആഹ്വാനമുണ്ട്. പക്ഷേ ഈ യുദ്ധം തുടങ്ങി ഫെബ്രുവരി 28-നാണല്ലോ. ഇപ്പോൾ 4 ആഴ്ചകൾ കഴിഞ്ഞു. 4ാമത്തെ ആഴ്ചയിലേക്ക് ഇത് കടക്കുമ്പോൾ സ്വാഭാവികമായും 4 ആഴ്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 4ാമത്തെ ആഴ്ചയിൽ കടന്നിട്ടും അത്തരത്തിലുള്ളൊരു നീക്കം അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇറാൻ അവരുടെ സർവ്വശക്തിയും സംഭരിച്ച് ആക്രമിക്കുന്നു. ഇനി ഈ ട്രംപ് ഈ നിലപാട് തുടർന്നാൽ താങ്കൾക്ക് സമീപത്തുള്ള കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം കൂടുതൽ ശക്തമാക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പ് ഇറാൻ നൽകുകയും ചെയ്യുന്നു. ഏതായാലും ആഗോള പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുന്നു. അപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം സമാധാനം ആഗ്രഹിക്കുന്നു. ഇന്ത്യ നമുക്കറിയാം, ഇന്നലെ പ്രധാനമന്ത്രി ഇറാൻ പ്രസിഡന്റുമായി ചർച്ച ചെയ്തു. അതുപോലെ വിദേശകാര്യമന്ത്രി അവിടെ അബ്ബാസ് അരാങ്ചിയുമായും ചർച്ച ചെയ്തു. ജയശങ്കർ ഈ പശ്ചിമേഷ്യൻ സാഹചര്യമൊക്കെ ചർച്ച ചെയ്ത് സമാധാനത്തിലേക്ക് വരണം എന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ബ്രിക്സ് രാജ്യങ്ങൾ അമേരിക്കൻ അധിനിവേശത്തിനെതിരെ ഇടപെടണം എന്ന് അവരിങ്ങോട്ട് ആവശ്യപ്പെടുന്നുണ്ട്. സ്വാഭാവികമായി ഇന്ത്യയും ഇതിൽ ഒരു നിർണായകമായ ഒരു റോൾ എടുക്കാൻ, ഒരു പങ്ക് വഹിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ബ്രിക്സ് രാജ്യങ്ങൾ കൂടുതൽ ശക്തമായി ഇടപെടണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് തരത്തിൽ പരിഹരിക്കാനൊക്കെ ശ്രമം തീർച്ചയായും അതുകൊണ്ട് അവിടെയാണ് എന്തും തൻ്റെ പരിധിക്ക് വരും എന്ന ആത്മവിശ്വാസത്തിലുണ്ടായിരുന്ന, ഏത് യുദ്ധവും തീർക്കാൻ തനിക്ക് പ്രാപ്തിയുണ്ട് എന്ന് പറഞ്ഞിരുന്ന, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് മതി ലോകത്ത്, ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ്, ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾ പോലും സഹായിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ വിജയിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും അതനുസരിച്ച് മുമ്പോട്ട് പോവുകയും പല രാജ്യങ്ങളുടെയും യുദ്ധത്തിനെതിരെ എന്ന് പറയുമ്പോഴും നമുക്കറിയാം പല യുദ്ധങ്ങളിലും കാർമ്മികത്വം വഹിക്കുന്ന ട്രംപിന് അടിതെറ്റുന്നത് ഇറാന് മുന്നിൽ. ഇറാനെ 3 ആഴ്ച കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞ ട്രംപാണ് ഇപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ സഹായം കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായം വേണം എന്ന് പറയുന്നു. തങ്ങൾക്കൊപ്പം നിൽക്കുന്ന മറ്റ് സഖ്യകക്ഷികളോട് പറയുന്നു, ഹോർമൂസിലടക്കം കപ്പൽ പാത പൂർണ്ണമായും തുറന്നു കൊടുക്കാൻ ഇടപെടണമെന്ന് പറയുന്നു. ഞങ്ങൾ ഒറ്റയ്ക്ക് വിചാരിച്ചതെല്ലാം സാധിക്കുമെന്ന് പറഞ്ഞ ട്രംപിന് ഇസ്രായേലിനെ പോലും വിലക്കേണ്ടി വരുന്ന പശ്ചാത്തലമാണ് ഈ വാതകപ്പാടങ്ങളും മറ്റും ആക്രമിക്കുന്ന കാര്യത്തിലും മറ്റും. അങ്ങനെ ട്രംപിന് അടിതെറ്റുന്ന കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.